നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ചെയ്തിരുന്ന ആ ട്രിപ്പിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്ത് പറ്റിയെന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ലാസ്റ്റ് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്നാണ് ലോഡ് എടുത്തത്. ഹോസ്പിറ്റൽ നിന്ന് ലോഡ് എടുത്ത ഞാൻ നേരെ കോയമ്പത്തൂർക്കായിരുന്നു ആ ലോഡ് ഉണ്ടായിരുന്നത്. ലോഡൊക്കെ എടുത്തു, ബില്ലൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങി ഹോസ്പിറ്റലിൽ നിന്ന്. അത് 29-ാം തീയതി ബില്ല് എനിക്ക് തരുന്നത്. 29-ാം തീയതി ബില്ലൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും വണ്ടിക്ക് വലിവ് കുറവായിരുന്നു. കുറച്ചിങ്ങ് ഓടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് വണ്ടിക്ക് വലിവ് കുറവ്. കാരണം 20 കിലോമീറ്റർ സ്പീഡിൽ വലിവ് കുറവില്ല, സ്പീഡ് കിട്ടുന്നില്ല, ആക്സലറേഷൻ കിട്ടുന്നില്ല. 20 കിലോമീറ്ററിൻ്റെ മുകളിലേക്ക് വണ്ടി സ്പീഡ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു നമ്മുടെ ആഡ്ബ്ലൂവിൻ്റെ റീജനറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുമായിരിക്കും. ചിലപ്പോൾ റീജനറേഷൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വലിവ് കുറയാറുണ്ട്, അല്ലെങ്കിൽ സ്പീഡ് കുറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ റീജനറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. പക്ഷേ അതിനകത്തൊരു എംബ്ലം കാണിക്കണ്ടായി, നോക്സ് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അത് ക്ലസ്റ്ററിനകത്ത് തന്നെ സ്പീഡോമീറ്ററിൻ്റെ അവിടെയായിട്ടാണ് അത് കാണിക്കുക. സ്പീഡോമീറ്ററിൻ്റെ ഇതൊക്കെ കാണിക്കുന്നതിൻ്റെ റീഡിങ്ങൊക്കെ കാണിക്കുന്നതിൻ്റെ അവിടെയായിട്ടാണ് ആ നോക്സ് എന്നുള്ള കംപ്ലയിൻറ്റും കാണിക്കുക. അപ്പോൾ അത് ഞാൻ അത്ര നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ വീണ്ടും ഇതൊക്കെ കഴിഞ്ഞ് ഈ റീജനറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വണ്ടി മുന്നോട്ട് എടുത്ത് നോക്കുന്നു, വീണ്ടും സെയിം സ്പീഡ് കയറുന്നില്ല. അപ്പം ഞാൻ വേഗം മെയിൻ്റനൻസിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഇനി 20 രൂപയേ ഉള്ളൂ, അവിടെ വന്നിട്ട് വേണം നന്നാക്കാൻ. എന്നാൽ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് സർവീസ് സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അവരെ വിളിച്ചാൽ വന്ന് ചെയ്തു തരുമായിരുന്നു. അതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. നേരെ എൻ്റെ അടുത്ത് ഹിരിയൂര് വരെ വരാൻ പറഞ്ഞു. ഹിരിയൂര് വരെ വരാനായിട്ട് ഒരു ദിവസം മുഴുവൻ വേണമായിരുന്നു. രാവിലെ വണ്ടി എടുത്ത ഞാൻ 8 മണിക്ക് 7:30 ആയപ്പോൾ വണ്ടി എടുത്ത ഞാൻ രാത്രി 8 മണിയോടുകൂടി അടുത്താണ് ഞാൻ ഹിരിയൂര് എത്തുന്നത്. അത്രയും ദൂരം 150 കിലോമീറ്റർ 20 കിലോമീറ്ററിൽ ആ സ്പീഡിൽ വണ്ടി ഓടിച്ച് ഞാൻ അവിടം വരെ എത്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി. അതിനുശേഷം അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ കുളിച്ച് നനച്ച് അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ വന്നിട്ട് ഫസ്റ്റ് വണ്ടിയായിട്ട് തന്നെ എന്നെ നോക്കി കേട്ടോ. അവരത് നോക്കി കഴിയുമ്പോഴേക്കും നോക്സിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവരത് കമ്പ്യൂട്ടറിനകത്ത് വേണം അത് റെക്ടിഫൈ ചെയ്ത് അതിനെ ക്ലിയർ ചെയ്യാനായിട്ട്. അത് കമ്പ്യൂട്ടർ കുത്തി അത് ക്ലിയർ ചെയ്ത് തന്നു. അതിനുശേഷം പറഞ്ഞു ഇതേമാതിരി ഇനിയും വീണ്ടും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലോട്ടിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും, അത് നോക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് വണ്ടി വിട്ടു, നേരെ ഹൊസൂർ വരെ വന്നു. ഹൊസൂർ കഴിഞ്ഞ് നമ്മുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടെ പേപ്പറൊക്കെ കാണിക്കേണ്ട, അതിൻ്റെ പൈസ കൊടുക്കണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് വണ്ടിക്കകത്ത് വന്ന് കയറി കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ആ നോക്സ് എന്നുള്ളത് തെളിയാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും 20 കിലോമീറ്റർ സ്പീഡേ കിട്ടത്തുള്ളൂ. ഇറക്കത്ത് മാത്രമേ ഇച്ചിരി സ്പീഡ് എടുക്കാൻ പറ്റുള്ളൂ. അത് വണ്ടി തന്നെ ഓടിപ്പോകുന്നതിൻ്റെ സ്പീഡാണ്, അല്ലാതെ വേറെ സ്പീഡ് ആക്സലേഷൻ കൊടുത്ത് നമുക്ക് കയറ്റാനേ പറ്റില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ വേഗം ഹൊസൂർ തന്നെ ഒരു മൊബിലിറ്റി സർവീസ് സെൻറ്റർ ഉണ്ട് അശോക് അതിൻ്റെ അവിടെ കയറ്റി. അവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് നിർത്തി അവിടെ പോയി പറഞ്ഞു. അവിടെ അന്ന് ഒരു 10:30 ആക്കിയപ്പോൾ 8 മണിയായപ്പോഴാണ് അവിടെ ചെന്ന് പറയണത്. പിറ്റേ ദിവസം രാത്രി 10:30 ആയപ്പോഴേക്കും അവരുടെ ഒരു സർവീസ് ഒരു അഡ്വൈസർ വന്ന് നോക്കി. അപ്പോൾ പറഞ്ഞതേമാതിരി നാളെ രാവിലത്തേക്ക് നോക്കാൻ പറ്റത്തുള്ളൂ, അപ്പം വണ്ടി സർവീസ് സെൻറ്ററിൻ്റെ അടുത്തേക്ക് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ലോഡറായിട്ട് വണ്ടിയാണ്, ഇതിനകത്തൂടി എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അവിടെ ഇടാനും സ്ഥലം ഉണ്ടായിരുന്നില്ല സർവീസ് സെൻറ്ററിൻ്റെ അവിടെ. പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയപ്പോഴും ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കാമെന്നൊക്കെ പറഞ്ഞല്ലാതെ 9:30, 10, 11, 12 ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു 1 മണി 2 മണിയൊക്കെ ആയപ്പോഴേക്കും വണ്ടി ഞാൻ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് ഒരു വിധത്തിൽ ഞാൻ പോയി ഈ സർവീസ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്ത്. അതിനുശേഷം അവർ വന്ന് ഒരു 3:30 ഒക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു വന്ന് നോക്കി. അവർ പറഞ്ഞതേമാതിരി ഫിൽറ്റർ മാറണം. പെട്ടെന്ന് ഫിൽറ്ററൊക്കെ മാറാനുള്ള പരിപാടിയൊക്കെ ചെയ്തു കേട്ടോ. വേഗം തന്നെ വൺസ് അവർ നോക്കാൻ തുടങ്ങിയപ്പോഴേ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡായിരുന്നു. ഫിൽറ്റർ മാറി, നോക്സിൻ്റെ കംപ്ലയിൻറ്റും ക്ലിയർ ചെയ്ത് തന്നു. ബില്ല് പെട്ടെന്ന് തന്നെ അയച്ചു കൊടുത്ത് കമ്പനിയിൽ നിന്ന് പേയ്മെൻറ്റും കൊടുത്തു. അങ്ങനെ എൻ്റെ അടുത്ത് പൊക്കോളാനും പറഞ്ഞു. വേഗം അവിടെ നിന്ന് വണ്ടി എടുത്ത്, പിന്നെ സമയം പാഴാക്കരുതല്ലോ, വണ്ടി എടുത്ത് നേരെ വിട്ടു. ഒരു 5-5:30 ആകുമ്പോഴേക്കും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ഓടിക്കഴിഞ്ഞിട്ട് 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 5:30 ആയപ്പോഴേക്കും ഞാനൊരു നാമക്കൽ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലുണ്ടായി, നാമക്കൽ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ, അതിൻ്റെ ഫ്രണ്ടിൽ നിർത്തി. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നോക്കുമ്പോൾ തേർഡ്, അതായത് ട്രെയിലറിനകത്ത് സെക്കൻഡ് ആക്സിലിനകത്ത് ഇന്നർ വീല് പഞ്ചറാണ്. അപ്പോൾ വേഗം ഞാൻ അടുത്ത പഞ്ചറുടെ എവിടെയാണെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 1 കിലോമീറ്ററിനകത്തുണ്ട്.
കുറച്ചൊരു 10-700 മീറ്റർ പോയപ്പോൾ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായി. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പഞ്ചറട ഉണ്ടായി. വലിയ കുഴപ്പമില്ല, വണ്ടി അത്യാവശ്യം വണ്ടി അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നിർത്താൻ പറ്റും. അപ്പോൾ അവിടെ കൊണ്ടുപോയി വട്ടം അങ്ങ് നിർത്തി. വേഗം തന്നെ പുള്ളിക്കാരൻ വന്ന് നോക്കി. വേറെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ വന്ന് നോക്കി, ടയർ അഴിച്ചു. ഞാൻ സ്റ്റെപ്പിന് ഊരി കൊടുത്ത് സ്റ്റെപ്പിന് എടുത്തിട്ട് തന്നു. പഞ്ചറായ ടയർ പഞ്ചർ ഒട്ടിച്ച് അതിനകത്ത് ഇട്ട് തന്നു. ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ടയർ ഉണ്ടായിരുന്നു അതിനകത്ത്, കമ്പിയൊക്കെ തെളിഞ്ഞ്. ആ ടയർ മാറ്റി അത് സ്റ്റെപ്പിനായിട്ട് ഇടുകയും ചെയ്തിട്ട് വണ്ടി വേഗം എടുക്കാൻ നോക്കുകയാണേ. അവിടുന്ന് വണ്ടി എടുക്കാൻ നോക്കിയാൽ വണ്ടി നീങ്ങത്തില്ല. അതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ജാമായിട്ട് നിൽക്കുക. പരിപാടി പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കി ഒരു രക്ഷയില്ല. എങ്ങനെയെങ്കിലും ഇറങ്ങി പോകണമല്ലോ ഇവിടുന്ന്. ഒന്നാമത്തെ ആ കടയുടെ വട്ടം ഇട്ടേക്കാണ് വണ്ടി. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും വേഗം തന്നെ ഞാൻ വണ്ടിയൊന്ന് ആ ഹൊസൂരത്തെ സർവീസ് സെൻറ്ററിൽ വിളിച്ച് പറഞ്ഞു, ഇന്നമാതിരി സംഭവമായിട്ട് നിൽക്കുകയാണ്. അവർ പറഞ്ഞ് കൃഷ്ണഗിരി കഴിഞ്ഞാണ് നിൽക്കുന്നത് ഇപ്പോൾ വണ്ടി. ഒരു കാര്യം ചെയ്യുക, കൃഷ്ണഗിരിയിലെ നമ്പർ തരാമെന്ന് പറഞ്ഞു. കൃഷ്ണഗിരിയിൽ നമ്പർ തന്നു. അവരും വിളിച്ച് അവിടുത്തെ ആളടുത്ത് വിളിച്ച് അവിടുത്തെ സർവീസ് മാനേജറെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ വേഗം അവർ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞൊരു 10:30 ആകുമ്പോഴേക്കും ആൾ വരും. ഇപ്പോൾ ആൾ പുറത്ത് പോയേക്കാണ്. ഈ ബ്രേക്ക് ഡൗൺ സർവീസ് ചെയ്യുന്ന ആൾ പുറത്ത് പോയേക്കാണ്. അതിന് 2 പേരുണ്ട്. അവർ വേഗം വരും എന്ന് പറഞ്ഞു. എന്തിന് കൂടുതൽ പറഞ്ഞു, 10:30 എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾ പല പരിപാടി നോക്കി നടക്കാതെയായി. പിന്നെ ലാസ്റ്റ് 11:30-12 മണിയായപ്പോഴേക്കും കയറി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പോൾ നിങ്ങൾ വന്നു സർവീസ് സെൻറ്ററിൽ നിന്ന്. എന്നിട്ട് അവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തപ്പം ഓട്ടോമാറ്റിക്കലി ഹാൻഡ് ബ്രേക്ക് റിലീസായി, വണ്ടി മൂവ് ആവാൻ തുടങ്ങി. പിന്നെ എന്ത് കംപ്ലൈൻറ്റ് ആക്കാനാ? എന്നാലും അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഒരു 2 കിലോമീറ്റർ ഓടിച്ച് നോക്കാം, എന്താ കംപ്ലൈൻറ്റ് നോക്കാമെന്ന് പറഞ്ഞു. 2 കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഇതിനകത്തൊരു പാർട്ടുണ്ട്, ഇതിൻ്റെ എയർ സപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ട്. ആ പാർട്ടിന് വന്ന കംപ്ലൈൻറ്റ് കൊണ്ടാണെന്ന് മനസ്സിലായിട്ട് അവർ പറഞ്ഞത് മാറ്റണം, ഇല്ലെങ്കിൽ വീണ്ടും കംപ്ലൈൻറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടെൻഷനില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ കമ്പനി വിളിക്കാൻ പറഞ്ഞു. കമ്പനി വിളിച്ച് കഴിഞ്ഞപ്പോൾ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ വേഗം നിർത്തിക്കൊടുത്ത് വണ്ടി അവിടെ സൈഡാക്കി നിർത്തി. അവർ പാർട്ട് വരുത്തിച്ച് ഒരു 12 മണിക്ക് ആണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 3 മണി വരെ അവിടെ നിന്ന് 3 മണി വരെ നിന്ന് ആ പാർട്ടൊക്കെ മാറ്റി 3:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് 4-4:15 ആയപ്പോഴേക്കും ബില്ല് സെറ്റിലായെന്ന് പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം വണ്ടിയെടുത്ത് നേരെ കോയമ്പത്തൂർക്ക് വരാൻ തുടങ്ങി. രാത്രി തന്നെ ഓടിച്ചു പോയി, ഒട്ടും റെസ്റ്റ് എടുക്കാതെ ഫുള്ള് ഓടിച്ച് രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ നേരെ കോയമ്പത്തൂരെത്തി. അവിടെ കമ്പനിയുടെ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും പിറ്റേ ദിവസം രാവിലെ 9 മണിയാകുമ്പോഴേക്കും വണ്ടിയിൽ നിന്ന് ലോഡ് എടുക്കാൻ തുടങ്ങും. ഫസ്റ്റ് വണ്ടിയായിട്ട് ഇറക്കാം, ഒരു കാര്യം ചെയ്യും, അവിടെ പാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. പാർക്ക് ചെയ്തു. രാവിലെ 9:30 ആയപ്പോഴേക്കും ഞാൻ ചെന്ന് കാണുന്നു. അവർ പറഞ്ഞ് ഇപ്പോൾ ഇറക്കും, വന്നിട്ടുണ്ട്. 10:30-11 മണിയായപ്പോഴേക്കും അവർ ലോഡ് ഇറക്കാൻ തുടങ്ങി. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ലോഡ് ഇറക്കി കഴിഞ്ഞ് ഞാൻ വേഗം അപ്പം തന്നെ റിസീവ് ബില്ലും തന്നെ, ഒട്ടും വെയിറ്റ് ചെയ്തില്ല. റിസീവ് ബില്ലും പെട്ടെന്ന് തന്നെ വന്നു. നേരെ വണ്ടി എടുത്ത് കോയമ്പത്തൂർക്ക് വിട്ടു. എന്നുവെച്ചാൽ ഗുഡ്ഷെഡിലേക്ക്, ഞങ്ങളുടെ കമ്പനിയുടെ അങ്ങോട്ട് വിട്ടു, കീർണത്തേക്ക്. അവിടെ ചെന്ന് അവിടെ വണ്ടി കൊടുത്തിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങണമല്ലോ. 1-ാം തീയതി ഇറങ്ങാമെന്ന് പറഞ്ഞാൽ 1-ാം തീയതി കഴിഞ്ഞു ഓൾറെഡി. അപ്പം വേഗം അവിടെ ചെന്ന് ഇറക്കാമെന്ന് വിചാരിച്ച് നേരെ വിട്ടു പോകുക. 2 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ കമ്പനിയിൽ ചെന്ന് അവിടെ നിന്ന് 2 മണി തൊട്ട് 6 മണി വരെ നിന്ന് പല കാര്യങ്ങൾ ചെയ്തിട്ടും എക്യുപ്മെൻറ്റ് ചെക്കിങ്ങോ കാര്യങ്ങളോ നടത്തി. ഞാൻ പോയി കുളിച്ചൊക്കെ വന്നപ്പോഴേക്കും വേഗം എക്യുപ്മെൻറ്റ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു. അങ്ങനെ വേഗം വണ്ടി ഒരു വിധത്തിലെടുത്ത് വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിലിട്ട് കൊടുത്തിട്ട് ഞാൻ കുളിച്ച് നരച്ച് നല്ല ഡ്രസ്സിൽ നിൽക്കുക. എന്നിട്ട് ഞാൻ വേഗം ഈ സാധനങ്ങളെല്ലാം വലിച്ചു വാരി പുറത്തിട്ട് കാണിച്ചു കൊടുത്ത്, എല്ലാം കറക്റ്റായിട്ട് അടുക്കി പെറുക്കി വെച്ചേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് വലിച്ചു വാരി ഇടേണ്ട കാര്യമില്ല, എല്ലാം എടുത്ത് കാണിച്ചു കൊടുത്തു. എല്ലാ സാധനം, ബെൽറ്റ്, ചെയിന്, ജാക്ക്, ലീവേഴ്സ്, എല്ലാ സാധനം എടുത്ത് കാണിച്ചു കൊടുത്ത് എല്ലാം ഓക്കെ. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ വണ്ടിയുടെ ഫുൾ കംപ്ലയിൻറ്റും തീർത്ത് കൊണ്ടുവരുന്ന വണ്ടിയാണ്. ഇനി ഒരു കംപ്ലയിൻറ്റും ഇല്ല. ഇനി ആകെയുള്ളത് ടയർ മാറാനുള്ളത്, അത് ഇവിടെ ടയർ ചേഞ്ച് ചെയ്യണമാണ്, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേഗം ആ കാര്യങ്ങൾ കേൾപ്പിച്ചിട്ട് ഒരു 10:30 ആയപ്പോഴേക്കും ഞാനൊരു മറ്റേ റാപ്പിഡോ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. അതിന് മുമ്പ് തന്നെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. 11:30 ആയപ്പോഴേക്കും ബസ്സിനുള്ള 11:30ക്കുള്ള ബസ്സിനാണ് ബുക്ക് ചെയ്ത് തന്നത്. നേരെ 11:30 ആയപ്പോഴേക്കും KSRTC ബസ്സിനകത്ത് നേരെ ആലുവയ്ക്ക് വന്നു. ഇതാണ് ടോട്ടലായിട്ട് ആ കഴിഞ്ഞ ഒരു ട്രിപ്പിനകത്ത് ഉണ്ടായ ഒരു റീക്യാപ്പ് എന്ന് പറയാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ. ഭയങ്കര എന്താ പറയണത്, അത്രയും ദേഷ്യവും
സങ്കടവും എല്ലാം പെട്ട ഒരു ട്രിപ്പായിരുന്നു. കാരണം എനിക്ക് 1-ാം തീയതി എങ്ങനെയെങ്കിലും വീട്ടിൽ വരുന്നവരുന്നു എൻ്റെ മോൻ്റെ ഒരു പല്ലിൻ്റെ ഒരു ചെറിയ പരിപാടി ചെയ്യാനുണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടി വരണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി, എത്താൻ പറ്റിയില്ല. 2-ാം തീയതി കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. എന്നിട്ട് പിന്നെ ഇപ്പോൾ 20-ാം തീയതി വരെ അവിടെ ഇപ്പോൾ 20-ാം തീയതി വരെ ആയി. ഈസ്റ്ററും കഴിഞ്ഞു. ഇപ്പോൾ 21-ാം തീയതി. ഇപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്നൊക്കെ അന്വേഷിച്ച് നോക്കി. പക്ഷേ ഒന്നും തരപ്പെട്ട് വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം ഇപ്പോൾ ഒരു കോള് വന്നു, ഒരു വണ്ടിയായിട്ട് ഒരു പെരുന്തുറ പോകാമോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ പെരുന്തുറയിലെത്തി. ആ വണ്ടി എടുത്ത് ഞാൻ പെരുന്തുറ വരെ വന്നിട്ട് ഇവിടെ ലോഡ് കയറ്റി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ബാക്കി വിശേഷവും കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആ ഒരു 20 ദിവസം മുന്നേ നടന്ന കാര്യങ്ങളെപ്പറ്റി ഒന്നും കൂടി ഒന്ന് റീക്യാപ്പ് ചെയ്ത് തുടങ്ങാം എന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു. അപ്പോൾ അതേമാതിരി തന്നെ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലായി. വലിയ സന്തോഷമുണ്ട്. അപ്പം നിങ്ങളുടെ ഈ സപ്പോർട്ടിനും കാര്യങ്ങൾക്കും എല്ലാത്തിനും വളരെയധികം നന്ദി. അപ്പം ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ നല്ല നല്ല വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തിടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മുന്നോട്ട് കാണാം. ഓക്കെ. അടുത്ത വീഡിയോയിൽ ഈ ട്രിപ്പിൻ്റെ കാര്യവും കേട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ബൈ.